ഹലോ ഗൈസ്, വിക്കിസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മച്ചാമാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റോട്ട്വൈലർ പപ്പീസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുറച്ച് നമ്മളെ വീട്ടിലേക്കൊക്കെ ഒരു കമ്പാനിയൻ ആയിട്ടും കുറച്ച് ഗാർഡിങ് പർപ്പസിനും കുറച്ച് എന്താ പറയുക പുറത്തുനിന്ന് സ്ട്രേഞ്ചേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് അലാറം തരാനും എന്നാൽ നമ്മളെയൊക്കെ വീട്ടിലൊരു ഒരു കുറച്ച് കരുത്തുള്ള കുറച്ച് കോൺഫിഡൻസ് ഉള്ള ഒരു കുഞ്ഞിനുമായിട്ട് നിൽക്കാൻ പറ്റുന്ന നല്ല റോട്ട്വൈലറിൻ്റെ കിഡിലും പപ്പീസാണ്. ഓരോ പപ്പി അത്യാവശ്യം നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പപ്പീൻ്റെ സൈസ് നോക്കിയേ, ഓരോ പപ്പി അത്യാവശ്യം നല്ല സൈസിലേക്ക് വന്നിട്ടുണ്ട്. അതിന് കാരണമുണ്ട് കേട്ടോ, നല്ല ബ്ലഡ് ലൈനിൽ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് ഓരോ പപ്പീസും. മൊത്തത്തിൽ എത്ര പപ്പീസ് ഉണ്ട്? 8 പപ്പീസ് ഉണ്ട്. അതിൽ എത്ര മെയിൽ എത്ര ഫീമെയിൽ? 6 മെയിലും 2 ഫീമെയിൽ. ആദ്യമായിട്ടാണോ ബ്രീഡ് ചെയ്യുന്നത്? അതെ അതെ ആദ്യമായിട്ടാണ്. പക്ഷെ ആരെ ഇങ്ങനെ പപ്പീനെ ഇത്ര സൈസ് ആക്കി നല്ല രീതിയിൽ വളർത്താനൊക്കെ ആരാ പറഞ്ഞു തന്നെ? നമ്മുടെ റെഡ് ഐസ് കനൽസിലെ നമ്മുടെ സിനോ ചേട്ടൻ അതോടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഉണ്ടോ? അപ്പോൾ പുള്ളി നല്ല രസമുള്ള പപ്പീസാണോ. അപ്പോൾ മെയിനായിട്ട് ഒരു കാര്യം വെച്ചാൽ നമ്മളെ അവളാണ് നമ്മുടെ പപ്പീസിൻ്റെ മദർ എന്ന് പറയുന്നത്. അവളെ മെയ്റ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ടിമിറ്റോർ എന്ന് പറഞ്ഞ ഇമ്പോർട്ട് മെയിലാണ്. സെർബിയയിൽ നിന്ന് കൊണ്ടുവന്ന ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മെയിലുമായിട്ടാണ് മെയ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള പപ്പീസാണ്. അപ്പോൾ 4 പപ്പീസാണ് ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത്. ഓരോ പപ്പീനെയും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല രസമുള്ള ഹെഡാണ്, നല്ല രസമുള്ള ആക്റ്റീവ് ആയിട്ടുള്ള പപ്പീസാണ് ഓരോ പപ്പീസും. ഇപ്പോൾ ഫുഡ് കൊടുത്തിട്ടില്ല. ഫുഡ് കൊടുക്കുന്ന സമയത്ത് പപ്പീസിൻ്റെ അത്യാവശ്യം ആക്റ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രോ റോട്ട്വൈലറിനെ വളർത്താൻ കാരണം? ഒരുപാട് ബ്രീഡുകളുണ്ടല്ലോ, എന്തുകൊണ്ട് റോട്ട്വീലർ ഒരുപാട് വർഷങ്ങളുണ്ട്. ഭയങ്കര ഹരമായിട്ടുള്ള ഒരു ബ്രീഡ് തന്നെയായിരുന്നു. പിന്നെ പണ്ടോട്ട് ഒരു ആഗ്രഹം അതിന്റെ പുറത്ത് നല്ലൊരു ലൈനേജ് ഉള്ള ഫീമെയിലിനെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കി ഇവളെ വാങ്ങി. പിന്നെ അതിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞപ്പോ എന്താ തോന്നിയ? റോട്ട്വൈലർ നമ്മൾ ഈ റോട്ട്വൈലറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. റോട്ട്വൈലർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതെല്ലാം നമ്മൾ വളർത്തുന്ന രീതിയാണ്. നമ്മൾ അവരെങ്ങനെ കെയർ ചെയ്യുന്നു, അവർക്ക് എത്ര നമ്മൾ ഫ്രണ്ട്ലി ആവുന്നു, അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും അവര് നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഇവള് നമ്മളടുത്ത് ഭയങ്കര കാര്യമാണ്. വീട്ടിലെ ഒരാളിനെ പോലെ തന്നെയാണ് ഏകദേശം. പിന്നെ ആള് ഭയങ്കര അഗ്രഷൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെങ്കിലും എന്നാ വേണ്ട രീതിയിൽ അലാറം തരും. പിന്നെ എന്തുണ്ടെങ്കിലും നമ്മൾ അറിയിക്കും. ഈ റോട്ട്വൈലർ സാധാരണ വീട്ടുകാരെ കടിക്കും, സ്വന്തം വളർന്ന വീട്ടുകാരെ തന്നെ കടിക്കും എന്നുള്ള അങ്ങനെയൊന്നുമില്ല. ഞാൻ ഫുഡ് വെച്ചിട്ട് അതേ പാത്രത്തിൽ ഞാൻ കൈയിടാറുണ്ട്. ഫുഡ് വെച്ചെടുത്താലും ഫുഡ് കഴിയിട്ടാലും വളർത്തുന്ന രീതിന്റെ പ്രശ്നമാണ്. അവിടെ എത്ര പ്രായമുള്ളപ്പോ നമ്മൾ കൊണ്ടുവന്നേ? അവള് 60 ദിവസമായപ്പോ കൊണ്ട്. ഈ പപ്പീസിന്റെ പ്രായം പപ്പീസിന് എത്ര പ്രായം? 40 ദിവസം, 51 ദിവസം. 51 ദിവസം. നല്ല സൈസ് ഉണ്ട് കേട്ടോ, നല്ല കനമുണ്ട് പപ്പീസ്, നല്ല സൈസ് ഉണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കഷ്ടപ്പെട്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളെ മുമ്പിൽ കുറച്ച് ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കണമല്ലോ എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ പപ്പീസിന് എന്താണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് മെയിനായിട്ട്? പപ്പീസിന് റോയൽ കനൈന് നോർമലി കൊടുക്കാറുണ്ട്. പിന്നെ അതിന്റെ പ്ലസ് എന്ന് പറയാൻ കൂരവ് കൊടുക്കാറുണ്ട്. കൂരവ് കാച്ചി കൊടുക്കും. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ചിക്കന്റെ മീറ്റ് ഉണ്ടല്ലോ, അതും അങ്ങനെയുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു സാധനം കൊടുക്കും. ഇപ്പൊ നമ്മുടെ കയ്യിൽ റോട്ട്വൈലർ എന്ന് പറഞ്ഞ ബ്രീഡാണുള്ളത്. ഈ ഒരു ബ്രീഡിനെ ആർക്കൊക്കെയാണ് വളർത്താൻ പറ്റുക? ബ്രോ ഇപ്പോൾ വളർത്തിയൊരു എക്സ്പീരിയൻസ് വെച്ച് പറ, ആർക്കൊക്കെ ഈ ബ്രീഡിനെ വളർത്താൻ പറ്റുക? എങ്ങനെ എന്തൊക്കെ പർപ്പസിന് വളർത്താൻ പറ്റും? അത് ഒരു പെറ്റായിട്ടും കമ്പനിയനായിട്ടും. പിന്നെ അത്യാവശ്യം നമ്മളിപ്പോൾ വീട്ടിൽ അമ്മയും പപ്പയൊക്കെ ഒറ്റയ്ക്കേ ഉള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് ഇവളെ വിട്ടിട്ട് സുഖമായിട്ട് പോയിട്ട് വരാം. നമുക്ക് പ്രത്യേകിച്ച് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആര് വന്നാലും ഒരു കുഴപ്പമില്ല. അലാറം അടിക്കും. പിന്നെ അവള് വേണ്ട കാര്യങ്ങള് വേണ്ട രീതിയിൽ ചെയ്തോളും. അതേസമയം വീട്ടുകാരുടെ അടുത്ത് എന്തെങ്കിലും ഒരു മോശം വന്നു കഴിഞ്ഞാൽ അവൾ അതേ രീതിക്ക് അങ്ങ് നിന്നോളും. നമുക്ക് വിശ്വസിച്ച് കൊണ്ടു നടക്കാം. പിന്നെ അതേസമയം പെറ്റായിട്ട് നമ്മുടെ കൂടെ നിന്നോളും. പുറത്തുനിന്ന് വരുന്നവരെ ഒന്ന് പേടിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് വീട്ടുകാരോട് എങ്ങനെയായിരിക്കും? കുട്ടികളെ പോലെ നിൽക്കോ? ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര പെറ്റാണ്. വീട്ടിലൊരു കുഞ്ഞു ആവേനെ പോലെ തന്നെയായിരിക്കും വീട്ടുകാരുടെ. പുറത്തുള്ളവരുടെ അവളുടെ മൈൻഡ് മാറും. അപ്പൊ ഈ റോട്ട്വൈലർ എന്ന് പറഞ്ഞ ബ്രീഡ് ഒരേ സമയം ഒരു കുട്ടിയും സ്ട്രേഞ്ചേഴ്സിന്റെ മുമ്പിൽ ഒരു എന്താ പറയാ കുറച്ച് പേടിപ്പെടുത്തുന്നവർ, വീട്ടുകാരുടെ മുമ്പിൽ ഒരു കുട്ടിയായിരിക്കും. നമുക്ക് അത് തന്നെയായിരുന്നു ആവശ്യം. വീട്ടില് നമുക്ക് ഫുള്ള് സേഫ്റ്റി ആയിരിക്കണം. എന്ന് വെച്ചാൽ ഡോഗ്, നമ്മുടെ വീട്ടിലെ ഡോഗ് നമ്മളെ കടിച്ചു എന്നുള്ള രീതി പറയാൻ പാടില്ല. പക്ഷെങ്കിൽ പുറത്തുള്ളവരൊന്ന് പേടിപ്പിക്കുക, അതിന് ഇവള് ബെസ്റ്റാ. റോഡ് ബെസ്റ്റാ. ആദ്യമായിട്ട് ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇമ്പോർട്ട് പോലുള്ള ഒരു മെയിലൊക്കെ കൊണ്ട് യൂസ് ചെയ്യണം എന്തുകൊണ്ടാ തോന്നാൻ കാരണം? ആരാ പറഞ്ഞു? എടുക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ എടുക്കുക, ചെയ്യുന്ന കാര്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്യുക. അതെ, ആ ഒരു ഇതിലാണ് നല്ല ലൈനേജ് നോക്കി ഇവളെ നമ്മൾ ചൂസ് ചെയ്തതും. ഇപ്പം മെയിൽ ഡോഗിനെ നോക്കിയപ്പോഴും നല്ല ലൈനേജ് നോക്കി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഫുഡിന് വേണ്ടിയിട്ട് ഇത് അവിടെ എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എന്ത് ഫുഡാണ് റോട്ട്വൈലർ പപ്പീസിന് കൊടുക്കേണ്ടതെന്നുള്ളത്, ഇവരെങ്ങനെയാണ് പപ്പീസിന് അത്യാവശ്യം സൈസ് ആക്കുന്നതെന്നുള്ളതും, ഇനി പപ്പീനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ നോക്കണം എന്നുള്ളതൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടോ. അപ്പൊ ഇതെന്താ സംഭവം? ഇത് റാഗി പൊടിച്ച് അതിനെ നമ്മൾ കുറുക്കിയെടുത്തത്. ഇത് ചിക്കന്റെ പീസിനെ നമ്മൾ നന്നായിട്ട് വേവിച്ച് മിക്സിയിലിട്ട് അടിച്ച്, ഇത് ചിക്കൻ പീസ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച സാധനം മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി. ഇത് നമ്മളെ റാഗി ഇങ്ങനെ കുറുക്കിയെടുത്തു. ഓക്കെ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതെന്താ മിക്സ് ചെയ്തോ.
ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക. പ്ലേറ്റ് എടുത്ത് കൈ പിടിച്ചോ. ഇല്ല ഇപ്പം എല്ലാവരും കൂടി അടിയോ. വാ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കാൻ പോവാണ്. ശരിക്കും ഫുൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പപ്പീനെ കൊടുക്കുന്ന സമയത്ത് പപ്പീസ് നല്ല ഡ്രൈവിൽ കഴിക്കും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ്, നല്ല ഉഷാറായിട്ടുള്ള പപ്പീസ്. കരയുന്ന കുട്ടിക്ക് പാലുണ്ടാവുന്നറിയില്ല. ചില കുട്ടികൾ കരയാൻ നിൽക്കില്ല, അവർ പാലല്ലാണ്ട് തന്നെ വന്ന് കുടിക്കും. അത്ര ഉഷാറായിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പം നമുക്കിത് കൊടുത്തു നോക്കാം കേട്ടോ. വാ എല്ലാവരും വാ. റോഡ് വൈലറിനെ നമ്മൾ വീട്ടിൽ വളർത്തുന്നുണ്ട്. അപ്പോൾ റോഡ് വൈലറിനെ വീട്ടിൽ വളർത്തുന്ന സമയത്ത് സാധാരണ നമ്മൾ എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കണം? മിനിമം എന്തൊക്കെ ട്രെയിനിങ് പഠിപ്പിച്ചിരിക്കണം? കമാൻഡ്സ് പഠിപ്പിച്ചിരിക്കണം? ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്സ് മീൻസ് ലൈക്ക് സിറ്റ്, സ്പീക്ക്, ഡൗൺ, സ്ലീപ്പ്, പിന്നെ ഹീല്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി. അവൾ കൂടെ കണ്ടോളൂ, നല്ല ഉഷാറായി നിന്നോളൂ. പിന്നെ അപ്പോൾ ഈ സിറ്റ് എന്നുള്ള കമാൻഡ് പഠിപ്പിക്കുന്നതിനുള്ള ഗുണം എന്താ? സിറ്റ്, അതായത് നമ്മളിപ്പോൾ ഇവളെയും കൊണ്ട് വാക്കിങ്ങിന് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും വന്ന്, അപ്പോൾ അവൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഒരു പ്രസൻസ് ഉണ്ട് എന്ന് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് തൊട്ടടുത്ത് സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു ഗാർഡിയനെ പോലെ അവിടെ തന്നെ അങ്ങിരുന്നോളൂ. കംപ്ലീറ്റ് വാച്ചിങ് കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് അവൾ അവിടെ തന്നെ അങ്ങിരുന്നോളൂ. അപ്പോൾ ഡൗൺ എന്നുള്ള കമാൻഡ് എന്തിനാ പഠിപ്പിക്കണേ? അതായത് ഇപ്പോൾ അവളെ നമുക്ക് കോംബ് ചെയ്യിപ്പിക്കാനും, പിന്നെങ്കിൽ അത്യാവശ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ കൂടെ വന്നിരിക്കാനും, ഇതിനൊക്കെ എല്ലാം ഡൗണ് നല്ലതാണ്. അപ്പൊ ഇനി അടുത്ത നമ്മൾ സ്ലീപ്പ് നമ്മൾ പിന്നെ ഒരു സ്പീക്ക് എന്തിനാ പഠിപ്പിക്കണേ? സ്പീക്ക് മീൻസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു അനക്കം കേട്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നി, ഇൻ കേസ് ആരെങ്കിലും വന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കണോ തോന്നി കഴിഞ്ഞാൽ സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യം പുറത്താരെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പേടി തോന്നി, പട്ടി പറിക്കുന്നുണ്ടല്ലോ എന്നുള്ള സാധനം അവർക്ക് വരും അല്ലേ? ഓക്കെ. എൻ്റെ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നം കേട്ടോ. ഇവർ തമ്മിൽ ചെറിയ പപ്പീസ് ഇപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള, നല്ല ഇതൊക്കെ ബോഡി ലെങ്ത് ഒക്കെ നോക്കി നല്ല രസമായിട്ടുള്ള പപ്പിയാണ്. നല്ല ബോഡി ലെങ്ത് ഉണ്ടോ? എല്ലാ പപ്പീസും നല്ല ബോഡി ലെങ്ത് ഉണ്ട്. എത്ര ഫീമെയിൽ ഉണ്ടെന്ന് പറഞ്ഞേ? 2 ഫീമെയിലും 6 മെയിലും. ഓക്കെ, മൊത്തത്തിൽ ഇത്രയും പപ്പീസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് പപ്പീസിന് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഈ കമാൻഡ്സ് ഒക്കെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് നല്ലതാണ്. റോഡ് വൈലർ പൊതുവേ ആളുകൾക്കൊരു സംശയമാണ്. റോഡ് വൈലർ വാങ്ങിക്കഴിഞ്ഞാൽ റോഡ് വൈലർ വീട്ടിലുള്ള ആൾക്കാരെ കടിക്കുകയോ, അല്ലെങ്കിൽ റോഡ് വൈലർ എന്താ പറയുക വീട്ടിൻ്റെ ഓണേഴ്സിനെ ബുദ്ധിമുട്ടിലാക്കുകയോ, അല്ലെങ്കിൽ എന്താ പറയുക റോഡ് വൈലർ നമ്മളെ കൺട്രോളിൽ നിൽക്കാതായി പോകുമോ എന്നുള്ളൊരു പേടി പൊതുവേ ആളുകൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. ആകെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചാൽ മതി. ഒന്ന് സിറ്റ് പഠിപ്പിക്കുക, അതേപോലെ തന്നെ ഡൗൺ പഠിപ്പിക്കുക, അതുപോലെ അത്യാവശ്യം സ്പീക്ക് പഠിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സാധനം കൂടി ഉണ്ട്, ഫുഡ് വെയിറ്റിംഗിന്റെ കാര്യം പറഞ്ഞു. ഫുഡ് വെയിറ്റിംഗ് എന്തിനാ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു? ഫുഡ് വെയിറ്റിംഗ് മീൻസ് നമുക്കിപ്പോൾ അതിന്റെ കൂട്ടത്ത് എന്തെങ്കിലും ഫുഡിന്റെ കൂട്ടത്ത് എന്തെങ്കിലും മരുന്നും എല്ലാം ആഡ് ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലും പർപ്പസിന് ആവശ്യമായിട്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് മെയിൻ ആയിട്ട് നമ്മൾ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കൂടെ അത് പഠിപ്പിക്കുന്നത് നല്ലതാണ്. കാര്യം അവളുടെ സംഭവങ്ങളും അവളുടെ ഫുഡ് നമ്മൾ അടിച്ചു മാറ്റുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. റോഡ് വൈലറിന് പറഞ്ഞ ബ്രീഡിനെ വളർന്ന ആൾക്കാർ എല്ലാ ആൾക്കാരും പൊതുവെ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും, നന്നായിട്ട് ഫുഡിൽ കഴിയിട്ട് കഴിഞ്ഞാൽ അപ്പം കടിക്കുന്നു. ഫുഡിൽ കഴിയിട്ടാൽ കടിയിട്ടും, ഫുഡിൽ കഴിയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളൊരു പ്രശ്നം ഈ പപ്പീസിനെ, ഈ റോഡ് വൈലർ എന്ന് പറഞ്ഞ ബ്രീഡിനെ വളർത്തുന്ന സമയത്ത് എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ചെറുപ്പം മുതലേ പപ്പീസിന് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ കൈയൊക്കെ ഒന്ന് ഇട്ട് ഫുഡിലൊക്കെ ഒന്ന് കൈയിടുക, ഒന്ന് ഇളക്കി കൊടുക്കുക, പപ്പീസിന് കുറച്ച് കയ്യിലൊക്കെ വെച്ച് ഫുഡ് കൊടുക്കുക. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവരെ ഫുഡ് നമ്മൾ എടുത്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇവരെപ്പോഴും ഡോഗ്സിൽ മെയിനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അസറ്റ് ഹോൾഡ് ചെയ്യുക, അസറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അവരുടെ അസറ്റ് എന്താണ്? ഇപ്പോൾ ബോൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? അവളുടെയാണ് ടോയ്, അവളുടെ ആണ് ആ സംഭവം. അപ്പോൾ അത് അവൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക. അത് എവിടെയൊക്കെ ആൾക്കാരെ കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ അവൾ അതിങ്ങനെ ഫോക്കസ് ചെയ്ത് അത് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് അവളുടെ ശീലമാണ്. അപ്പോൾ നമുക്കൊക്കെ ചെറിയ ഭാഷയിലുള്ള ആനിമൽസിന് അവരുടേതായ ഓരോരോ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ നല്ല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഡ്രൈവ് ഇപ്പോൾ നമ്മളെ എത്രയൊക്കെ ഡോഗ് നമ്മളെ കയ്യിൽ നിന്ന് ഓഫ് ലീഷായി പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ അവളെ ബോൾ കാണിച്ച് കഴിഞ്ഞാൽ അവൾ ഇപ്പോൾ നമ്മളെ തൊട്ട് മുമ്പിൽ, ഇപ്പോൾ ഇവള് ഒന്ന് അഴിഞ്ഞു പോയി എന്ന് വിചാരിക്കാം, ഇവൾ തൊട്ട് മുമ്പിൽ ഒരു കുട്ടീൻ്റെ മുമ്പിൽ എത്തിപ്പെട്ട് വിചാരിക്കാം, ഇവള് കുട്ടീനെ അറ്റാക്ക് ചെയ്യത്തില്ലെന്ന് നമുക്കറിയാൻ പറ്റും, പക്ഷേ ആ കുട്ടിക്ക് അറിയത്തില്ല. കുട്ടി ചിലപ്പോൾ പേടിച്ച് ഓടും, ചിലപ്പോൾ ഓടുമ്പോൾ വീഴും, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ഡോഗ് ആ സമയത്ത് അവിടെ ഫ്രീ ആയി നിൽക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവളെ ബോൾ കാണിച്ചാൽ മതി. അപ്പോൾ ഡോഗ് എന്ത് ചെയ്യും, നമ്മളെ നേരെ ഫോക്കസ് ചെയ്ത് നമ്മളെ ബോൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൾ വരും. അപ്പോൾ ഇങ്ങനെ ഈ ബോൾ ഡ്രൈവ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഇങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട്. നമ്മൾ റിയൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ റോഡ് വൈലർ പപ്പീസ് 8 പപ്പീസ് എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പീസിന്റെ ഫാദർ ടിമിറ്റോർ എന്ന് പറഞ്ഞ മെയിലാണ്. ഇന്ത്യയിലേക്ക് സെർബിയയിൽ നിന്ന് കൊണ്ടുവന്ന മെയിലാണ് അല്ലേ? അവിടെ കൊണ്ടുപോയി മെയ്റ്റ് ചെയ്ത്, തൃശ്ശൂർ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് നിന്ന് മെയ്റ്റ് ചെയ്താണ്. അപ്പോൾ അത്രയും നല്ല പപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതുപോലെ നല്ല പപ്പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനില്ലാത്ത സമയത്ത് അനിയൻ എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞേ? ഏട്ടനില്ലാത്ത സമയമൊന്നുമല്ല, അവൻ തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞു? രാവിലെ ഫുഡ് കൊടുക്കുന്ന ആരാണ്?
ഞാൻ തന്നെ ഫുൾ ടൈം അവൻ തന്നെയാണ് ഞാൻ food തന്നെ. കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ഞാൻ തന്നെ ഞാൻ തന്നെ ഡോഗിനെ ആരാണ് കുളിപ്പിക്കണേ? അവൻ ഓർഡർ മാറിയിട്ടില്ല. മൈക്ക് ഇന്റർവ്യൂ എടുക്കേണ്ടി വരുമോ? എങ്ങനെയാണെങ്കിലും സത്യം പറ, ഓസിനടിക്കാൻ വന്നല്ലേ? സത്യം പറ, ഈ വീട്ടിൽ അവൻ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ചെറിയ ചേഞ്ച് ഉണ്ട്. പേരെന്തായിരുന്നു bro? റിജിൻ. അപ്പൊ വീഡിയോയിൽ നമ്മള് റിജിൻ എന്നുള്ള പേര് കൊടുത്താൽ മതി കേട്ടോ ഫൈറൂസ. റിജിൻ ആണ് ഓണർ. ഇത് അനിയനാണ്. അവൻ തന്നെയാണ് പപ്പീസിന്റെയും ഇവളുടെയും കാര്യങ്ങള് മെയിൻ ആയിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവൻ തന്നെയാണ്. അവളുടെ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളായാലും മെഡിസിൻ കൊടുക്കുന്ന കാര്യങ്ങളായാലും പിന്നെ അവരെ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളിലായാലും എല്ലാത്തിനും അവൻ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇന്റർവ്യൂല് മാത്രം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അതാണ് മെയിൻ അല്ലേ? ഫണ്ട് ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒക്കെ പുള്ളിയാണ്. ഡോഗിനെ ടേക്ക് കെയർ ചെയ്യേണ്ട കെയർ മാത്രമേ ഞാനുള്ളൂ. ഫണ്ട് മൊത്തം സപ്പോർട്ട് മൊത്തം ഏട്ടനാണ് നമ്മളെ ബലം. നമ്മളെ ബലം ഏട്ടനാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ റോട്ട് വെയിലറിനെ വളർത്തുന്ന നല്ലൊരു ഫാമിലി. അപ്പം വീട്ടിൽ ഡോഗിനെ വളർത്താൻ പറ്റുമോ റോട്ട് വെയിലറിനെ വളർത്താൻ പറ്റുമോ എന്ന് പൊതുവെ ആൾക്കാരുടെ ഡൗട്ടാണ്. അപ്പോൾ ആ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. റോട്ട് വെയിലർ നമുക്ക് വളർത്താൻ പറ്റും, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ചെറിയ ബേസിക് കമാൻഡ്സ് ഒക്കെ പഠിപ്പിക്കാൻ പറ്റും. ഇത് ആന കാര്യമൊന്നുമല്ല, ആറ്റം ബോംബ് തിയറിയൊന്നുമല്ല. നമുക്ക് സിറ്റും ബൈറ്റും ഡൗൺ ഒക്കെ പഠിപ്പിക്കാനായിട്ട് വളരെ ഈസിയാണ്. ചെറുപ്പത്തിൽ വളരെ വളരെ ഈസിയാണ്. അതൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. ഇനി നമ്മളിനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് റോട്ട് വെയിലറിനെ വളർത്താൻ പറ്റുമോ വെച്ചാൽ ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി സ്ട്രേഞ്ചേഴ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ഒരിക്കലും പിന്നെ ഹ്യൂമൻസിന് ഒരു എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമായിട്ട് ഒരു ചലഞ്ചായിട്ട് ഇവർ കാണത്തില്ല. ഇപ്പോൾ ഹ്യൂമൻസ് എന്ന് പറയുന്നത് അവരുടെ നേച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ കൺസിഡർ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഇതുണ്ടോ, ഇതങ്ങനെ സോഷ്യലൈസ് ചെയ്ത് ഇവളെ വളർത്തിയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവള് എന്നെ ഒന്നും ചെയ്യാത്ത ഇപ്പം, അല്ലെങ്കിൽ എനിക്ക് കടി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സോഷ്യലൈസ് ചെയ്ത് നമ്മൾ വളർത്തി കഴിഞ്ഞാൽ ഇവർ ആരും ഉപദ്രവിക്കത്തില്ല, ഭയങ്കര പാവമായിരിക്കും. ഇതേപോലെ ഇങ്ങനെ കിടന്ന് സമാധാനമായിട്ട് ഇതുപോലെ കിടക്കുന്ന ഒരു കുട്ടിയായിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ചെറിയ കമാൻഡൊക്കെ പഠിക്കുന്നത് കുറച്ച് ഡോഗിന് ഡിസിപ്ലിൻ ഉണ്ടാവാനും, എപ്പോഴും അനിമൽ ആണല്ലോ അതിനൊരു ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് റോട്ട് വെയിലറിൻ്റെ കാര്യങ്ങൾ. നല്ല റോട്ട് വെയിലർ പപ്പീസ് അന്വേഷിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വിളിച്ചോ. വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോട്ടോ. പപ്പീസിൻ്റെ ഫാദറിൻ്റെ പേര് മറക്കണ്ട, ടിമിറ്റോർ. നല്ല കിടിലം മെയിലാണ്. പപ്പീസിൻ്റെ മദർ നല്ല രസമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫീമെയിലാണ്. അതുകൊണ്ട് തന്നെ പപ്പീസ് അടിപൊളിയായിട്ടുള്ള പപ്പീസാണ്. താല്പര്യമുള്ള ആൾക്കാർ നല്ല സൈസിൽ നല്ല വൃത്തിയിൽ അവർ നോക്കി വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോട്ടോ. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ മച്ചാമാർക്കും ചേട്ടാ ഒരു ബൈ കൊടുത്തേ. ബൈ ബൈ ബൈ.